നമുക്കിനി കൊച്ചിയിലേക്കാണ് പോകേണ്ടത് അല്ലെ. ഈ വീർ സവർക്കർ, അതെ, വീർ സവർക്കർ ചോദ്യവുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ തലപൊക്കിയിട്ടുണ്ട്. അതിന് പിന്നാലെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു അധ്യാപകനെതിരെ നടപടി വന്നത് എന്ന ചോദ്യമുണ്ട്. എന്തായാലും ഇന്ന് ആ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ആ ഒരു വാർത്തയുടെ അപ്ഡേറ്റിലേക്കാണ് പോകേണ്ടത്. വീർ സവർക്കർ ചോദ്യ വിവാദത്തിൽ സസ്പെൻഷനിലായ അധ്യാപകന്റെ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഹർജിയിൽ സർക്കാർ മറുപടി നൽകുന്നതിനൊപ്പം ഇടക്കാല ഉത്തരവും ഇന്നുണ്ടാകാനാണ് സാധ്യത. അധ്യാപകനെ സസ്പെൻഡ് ചെയ്തപ്പോൾ സർക്കാർ ചട്ടം പറഞ്ഞില്ല എന്ന് മറ്റൊരു കേസ് പരിഗണിക്കവേ കോടതി വിമർശനം ഉന്നയിച്ചിരുന്നു. വിവരങ്ങളുമായി രേഷ്മ ബാബുണ്ട്. രേഷ്മ, അതായത് ഈ പറഞ്ഞതുപോലെ നേരത്തെ തന്നെ വാക്കാലുള്ള ചില പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ തുടർച്ച എന്നോണം വരികയാണ്. വീണ്ടും ഇന്ന് കോടതിയുടെ പരിഗണനയിലേക്ക് കേസ് എത്തുമ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ കോടതിയിൽ നടക്കാൻ പോകുന്ന സംഭവവികാസങ്ങൾ? രാഖി, രഞ്ജിത്ത്, വീർ സവർക്കർ ചോദ്യവുമായി ബന്ധപ്പെട്ട് നേരത്തെ അധ്യാപകൻ തന്റെ സസ്പെൻഷൻ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഈ ഹർജി ആദ്യഘട്ടത്തിൽ പരിഗണിച്ച സമയത്ത് ഹൈക്കോടതി ചില ചോദ്യങ്ങൾ സർക്കാരിനോട് ഉന്നയിച്ചിരുന്നു. അതായത് തെറ്റായ ചോദ്യം രേഖപ്പെടുത്തിയെങ്കിൽ തന്നെ, അല്ലെങ്കിൽ തെറ്റായ ചോദ്യം ഉന്നയിച്ചെങ്കിൽ തന്നെ സസ്പെൻഡ് ചെയ്യാനാകുമോ? ഇക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള കൃത്യമായ മറുപടി സംസ്ഥാന സർക്കാർ നൽകണം എന്നുള്ളതായിരുന്നു ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണനയ്ക്ക് വന്നപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് പക്ഷേ മറുപടി ലഭ്യമാക്കാൻ സാധിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് ഇന്നത്തേക്ക് ഹർജി വീണ്ടും പരിഗണിക്കാനായിട്ട് ഹൈക്കോടതി മാറ്റിയിട്ടുള്ളത്. ഇന്ന് സംസ്ഥാന സർക്കാർ വിശദീകരണം നൽകുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ആ വിശദീകരണം കൂടി പരിശോധിച്ച ശേഷമായിരിക്കും ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു ഇടക്കാല ഉത്തരവ് വേണമോ എന്നൊരു തീരുമാനത്തിലേക്ക് കടക്കുക. അതായത് ഈ ഒരു ഹർജിയിൽ പ്രധാനമായിട്ടും ഒരു ഇടക്കാല ഉത്തരവ് വേണമെന്നുള്ളൊരു ആവശ്യം ഹർജിക്കാരൻ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് സസ്പെൻഷൻ നടപടി താൽക്കാലികമായിട്ട് സ്റ്റേ ചെയ്യണം, അതാണ് ഒരു ഇടക്കാല ഉത്തരവായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ സർക്കാരിന്റെ മറുപടി കൂടി കേട്ട ശേഷമായിരിക്കും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലേക്ക് കടക്കുക. അതിനിടയിൽ രാഖി, കഴിഞ്ഞ ദിവസം ചില നിർണായകമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള ഡോക്ടർ MK റാമിന്റെ അറസ്റ്റ്, അതിൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ലായിരുന്നു. അതിലെ ഡിവൈഎസ്പിക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ ചില ചട്ടങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ ബോധിപ്പിച്ചിരുന്നു. അപ്പോഴാണ് ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചത്, അതായത് ഈ സവർക്കറുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ഉന്നയിച്ചപ്പോൾ ആ അധ്യാപകനെ പെട്ടെന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അതിൽ യാതൊരുവിധ ചട്ടവും സർക്കാർ പറഞ്ഞില്ലല്ലോ എന്നുള്ളതായിരുന്നു ഹൈക്കോടതി വിമർശന രൂപേണ ചോദ്യം ഉന്നയിച്ചത്. അത് ഏറെ പ്രസക്തമാണ്. കാരണം മതമൗലികവാദികളെ പ്രീണിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ചില തൽപര കക്ഷികളുടെ താല്പര്യങ്ങൾക്കനുസൃതമായിട്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത്. ഉടനടിയായിരുന്നു സസ്പെൻഷൻ നടപടിയൊക്കെ തന്നെ സ്വീകരിച്ചത്. മാത്രവുമല്ല, ഇതിൽ സസ്പെൻഷൻ ഉത്തരവ് കൈമാറുന്ന വേളയിൽ ഈ ഉത്തരം ചരിത്രപരമായിട്ട് തെറ്റാണെന്നോ അങ്ങനെയുള്ള കാരണങ്ങളൊന്നും തന്നെ വ്യക്തമാക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടുമില്ല. ആ ഒരു വാദം തന്നെയാണ് ഹൈക്കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ള, അല്ലെങ്കിൽ കൊടുത്തിട്ടുള്ള ഹർജിയിൽ ഈ ഹർജിക്കാരനായിട്ടുള്ള അധ്യാപകൻ ഗുരുപ്രസാദ് റായ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ ഹൈക്കോടതി എടുക്കുന്ന നിലപാട് ഏറെ നിർണായകമാണ്. അതിൽ സംസ്ഥാന സർക്കാർ ഈ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചിട്ടുള്ളത് ചട്ടപ്രകാരമായിട്ടാണോ, ആ സസ്പെൻഷൻ നടപടി സ്വീകരിക്കാൻ സർക്കാരിന് അധികാരമുണ്ടോ, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഹൈക്കോടതി പ്രധാനമായിട്ടും പരിശോധിക്കുക. രഞ്ജിത്ത്, രാഖി.